ഈ പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി മലക്കം പറയുന്നതാണ് ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കാണുന്നത്. ശരിക്കും അവിടെ മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണോ അതോ മന്ത്രിയുടെ തീരുമാനമാണോ? എന്താണ് ഹൈബി ഉണ്ടല്ലോ, MB ആയ ഹൈബി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം തീരുമാനം എടുക്കുമ്പോൾ കോടതി എടുത്ത നിലപാടുകളിലൂടെ നമ്മൾ ഓർക്കണ്ടേ? അല്ല, ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഹിജാബ് ഒരു ഒരു സംഘർഷ വിഷയമാണ് അല്ലേ. സംഘർഷ വിഷയം എന്ന് ഞാൻ മനഃപൂർവ്വം സംഘർഷ വിഷയം എന്ന് പറയുന്നത്, വിവാദ വിഷയം എന്നല്ല പറഞ്ഞത്. കർണാടകയിലാണ് ഹിജാബ് വിവാദം ആദ്യം ആരംഭിക്കുന്നത്. കർണാടകയിലെ പൈ സ്കൂളിൽ ഹിജാബ് നിരോധിച്ചു. കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെച്ചു. വലിയ വിവാദമായിരുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയിട്ട് ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയോ, 2 ജഡ്ജിമാർ, 2 പേരും 2 അഭിപ്രായം. കാരണം അതുകൊണ്ട് ഇതൊരു വിധി വന്നിട്ടില്ല, അന്തിമ വിധി വന്നിട്ടില്ല. അന്തിമ വിധി വരാത്തതുകൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ്. രാജ്യത്തിപ്പോൾ ബാധകമായിട്ടുള്ളത് കർണാടക ഹൈക്കോടതിയുടെ വിധിയാണ്. സുപ്രീം കോടതി തീർപ്പ് വലിക്കാത്തതുണ്ട്. കർണാടക ഹൈക്കോടതി എന്താ പറഞ്ഞത്? കർണാടക ഹൈക്കോടതി വിശദമായി പരിശോധനകൾ നടത്തിയിട്ട് പറഞ്ഞു, ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിമുകളുടെ മതാചാരത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാൻ പറ്റില്ല. ഒന്ന്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് വേഷം വേണം, യൂണിഫോം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനാണ്. ഈ വിധി വന്നപ്പോൾ ഹിജാബ് വാദികൾക്ക് ക്ഷീണമായി. അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി 2 ജഡ്ജിമാർ 2 അഭിപ്രായം, ഇതിനകത്ത് തീരുമാനം വന്നിട്ടില്ല. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഈ വിഷയം ഉണ്ടായി 2018 തിരുവനന്തപുരം ജില്ലയിലാണല്ലോ. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ പിതാവ്, കുട്ടിക്കല്ല കുട്ടിയുടെ പിതാക്കന്മാർക്കാണ് പ്രശ്നം. കുട്ടികൾക്ക് എന്ത്, അവർക്ക് സ്കൂളിൽ പോകണം, പഠിക്കണം എന്നുള്ളത്. അപ്പോൾ 100-120 കുട്ടികൾ ഈ പള്ളുരുത്തിൽ സെൻറ്റ് റീത്ത സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ബാക്കി എല്ലാ 116ഓളം മുസ്ലിം കുട്ടികൾ അവിടെയുണ്ട്. 116ഓളം മുസ്ലിം കുട്ടികൾ, 600ഓളം കുട്ടികൾ പഠിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ നമ്പർ തെറ്റാ, 600-ലേറെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ 116 പേർ മുസ്ലിം കുട്ടികളാണ്. അവരെല്ലാം സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരം യൂണിഫോം ധരിച്ചു വരുന്നു. ഇനി 2018 തിരുവല്ലം ക്രൈസ്റ്റ് നഗറിലെ കേസ് വന്നപ്പോഴത്തേക്ക് കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിധിയിൽ എന്താ പറഞ്ഞത്? ഇവരുടെ വാദം ആർട്ടിക്കിൾ 25(1) മൗലിക മതവിശ്വാസത്തിനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, മൗലിക അവകാശമുണ്ട് കോടതി പറഞ്ഞു. പക്ഷേ ആർട്ടിക്കിൾ 19 ഉണ്ട്, അനുച്ഛേദം 19. അത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആൾക്ക് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം നൽകുന്നതാണ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക്. അതുകൊണ്ട് അതിനാണ് പ്രധാനം. അവരുടെ സ്ഥാപനത്തിൽ എന്ത് ഡ്രസ് കോഡ് വേണം, എന്ത് ചട്ടങ്ങൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മാനേജ്മെൻറ്റുകൾക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആർട്ടിക്കിൾ 25(1) പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം വേണമെന്ന് നിർബന്ധമുള്ളവർ, ശഠിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? അവരുടെ ആ സ്വാതന്ത്ര്യം അനുവദിക്കാത്തടത്തേക്ക് പോവാതിരിക്കുക ആണല്ലോ. അതല്ലേ മര്യാദ. അതാണ് മര്യാദ, അതാണ് നിലവിലുള്ള നിയമം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കുട്ടിയെ ഇടയ്ക്ക് കൊണ്ട് ചേർക്കുന്നു. കുട്ടി പെട്ടെന്ന് വന്നിട്ട് എനിക്കിത് ധരിക്കണമെന്ന് പറയുന്നു. SDPIക്കാർ വരുന്നു, SDPIക്കാരൊക്കെ വന്നു. എന്നിട്ട് പറയുന്ന ന്യായം, ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന ന്യായമുണ്ട്. ഞങ്ങൾക്ക് തന്ന സ്കൂൾ ഡയറിയിൽ 2 പേജ് ബ്ലാങ്ക് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ചില പുസ്തകങ്ങൾ മേടിക്കുമ്പോൾ അതിൽ ചില പേജുകൾ പ്രിന്റിംഗ് ഇല്ലാത്ത പേജ് വരാറുണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ ഇയാൾ പറയുന്നറിയോ, ആ സ്കൂളിൽ 2 തരം ഡയറി ഉണ്ട്, എൻ്റെ കുട്ടിക്ക് ഈ വ്യവസ്ഥയില്ലാത്ത ഡയറി തന്നു. ഇതൊക്കെ പറയുന്ന ആളിൻ്റെ തല പരിശോധിക്കണം. പണ്ട് പിണറായി വിജയൻ ഫയൽ എഴുതിയ പോലെ ഇങ്ങനെ എഴുതിയ ആളുടെ തല പരിശോധിക്കണം എന്ന് പറയുന്ന പോലെ, തലയ്ക്കകത്ത് ബുദ്ധിക്ക് പകരം മതഭ്രാന്ത് കയറിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സംഘടിത തീരുമാനത്തിൻ്റെ ഭാഗമാണിത്. അത് തർക്കമില്ല. അപ്പോൾ ഇവർ സ്കൂളുകാർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു സ്കൂളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, സ്കൂൾ അടയ്ക്കൊന്നും വേണ്ട, പോലീസ് സംരക്ഷണം കൊടുക്കുക. ഈ മുമ്പുള്ള ഹൈക്കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. അതുവരെ എറണാകുളം MP ഹൈബി ഈഡൻ അങ്ങോട്ട് പോയിട്ടില്ല. ഹൈബി ഈഡനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എല്ലാം ഓടി അവിടെ ചെന്നിട്ട് പറഞ്ഞു, എല്ലാവരും വിളിച്ചു സമവായം ഇത് രക്ഷിതാവ് സമ്മതിച്ചു, ഹിജാബ് ഇല്ലാതെ പോകും. ഹൈബിയുടെ ചീട്ടൊന്നും വേണ്ടടേ. കാരണം കേരള ഹൈക്കോടതി പറഞ്ഞു മര്യാദയ്ക്ക് സ്കൂൾ നടത്തണം, അവിടെ അലമ്പുണ്ടാക്കാൻ വരരുത്, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് സമവായം? ഹൈക്കോടതി വിധി അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അത് ഹൈബി ഈഡൻ ഇടപെട്ടിട്ടാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? എന്ത് സമവായം ഉണ്ടായത്? എന്നിട്ട് ഹൈബി പറഞ്ഞതോ, മുതലെടുക്കാനുള്ള RSS BJP ശ്രമം വിലപ്പോവില്ല. എന്ത് RSSൻ്റെയും BJPയുടെ ബുദ്ധിയെ
ആദ്യമേ RSSും BJPയും സ്കൂൾ മാനേജ്മെൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു നിയമം ഉണ്ടാക്കണം, ഈ സ്കൂളിൽ ഹിജാബ് പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കണമെന്ന് BJPയും RSSും പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ രക്ഷിതാവിനോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞു. ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഹിജാബ് ഇട്ടുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് RSSും BJPയും ചെന്നിട്ട് സ്കൂൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞത്, ആ കൊച്ച് ഹിജാബ് ഇട്ട് വന്നിരിക്കുന്നു, നിങ്ങളുടെ നിയമത്തിനെതിരാണ്, ആ കൊച്ചിനെ ക്ലാസ്സിൽ കയറ്റരുത്, പുറത്താക്കണം എന്ന് പറഞ്ഞു. എന്തൊരു ആസൂത്രണമാണ് RSS നടത്തിയത് അല്ലേ? RSS BJP ഗൂഢാലോചന വിലപ്പോവില്ല എന്ന് ഹൈബി പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ BJPയും RSSും ചെയ്തിരിക്കണം. ചെയ്തോ? ഇല്ലല്ലോ. അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാരാ? SDPക്കാർ. പ്രശ്നത്തെ നേരിട്ടതാരാ? സ്കൂൾ മാനേജ്മെന്റ്. എവിടെ BJP RSS ആ പഞ്ചായത്തിൽ പോലും പോയിട്ടില്ല. പിന്നെ ഇയാളെന്തിനാണ് BJP RSSന്റെ മിക്കട്ട് കയറുന്നത്? അവിടെ പ്രശ്നം ഉണ്ടാക്കിയ സുഡാപ്പികളാണ്, SDP ആണെന്ന് പറയാൻ ഹൈബിക്ക് നാവ് പൊങ്ങില്ല. ശരിക്കും SDP പ്രവർത്തകർ ഉണ്ടാക്കിയ പ്രശ്നം അനുചിതമാണ് എന്ന് പറയാൻ ഹൈബി ഈഡന് 10 തവണ ആലോചിക്കേണ്ടി വരും. 10 തവണ ആലോചിച്ചാലും പറയത്തില്ല. സത്യത്തിൽ അവിടെ പോയിട്ട് BJPക്കാരെ RSSകാരെ ചീത്ത പറയേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ മുനമ്പം ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഡാപ്പികളോടുള്ള സ്നേഹം നമ്മൾ കണ്ടതാണ്. SDPIയെ വെറുപ്പിക്കാൻ ഒരു വാക്ക് പറയാൻ ധൈര്യമില്ല. ഹൈബി വലിയ മഹാനായ നേതാവാണ്, വലിയ ശക്തനായ MP ആണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു. എറണാകുളം ജില്ലയിലെ ഏറ്റവും ശക്തരായ ജനപ്രതിനിധിയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? എനിക്ക് വ്യക്തിപരമായ ഹൈബി എൻ്റെ സുഹൃത്താണ്, ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. പക്ഷേ ഹൈബി ഇന്നലെ കാണിച്ചത് എന്തൊരു വൃത്തികെട്ട പരിപാടി. അവിടെ പോയിട്ട് BJP RSSകാർ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലോ. അവിടെ പോയി BJP RSSന്റെ അജണ്ട വിലപ്പോവില്ല എന്ന് പറയേണ്ട കാര്യമാണ്. SDPയുടെ കളി മോശമാണെന്ന് പറയാൻ ഈടൻ ചേട്ടനുണ്ടായിരുന്നു, പറയുമായിരുന്നു. അദ്ദേഹം ഇതൊക്കെ പറയുന്ന ആളാണ്. അതൊരു വലിയ പാരമ്പര്യമാണ് ഹൈബി ഓർമ്മിക്കണം. എല്ലായിടത്തും പോയി ചുമ്മാ BJP RSS എന്ന് പറഞ്ഞാൽ ഹൈബി ഈഡൻ എന്ന് പറയുന്ന യുവാവായ MPയുടെ ക്രെഡിബിലിറ്റി പോകും. അദ്ദേഹത്തിന് ഭയമാണ് SDP എന്ന ആളുകൾ പറയും. എൻ്റെ സുഹൃത്തു കൂടിയായ ഹൈബിക്ക് അങ്ങനൊരു ചിത്തപ്പേരുണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. വല്ലപ്പോഴും ഒക്കെ നമ്മൾ തണ്ടല് നിവർത്തി നിന്ന് സത്യം പറയണം. അതാണ് ഹൈബിയുടെ കാര്യം. പിന്നെ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി, നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച പറഞ്ഞു, ഇന്നലെ ശിവൻകുട്ടി പറയുന്നത് കേട്ട് ഓന്തുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തെന്ന്. ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് അങ്ങനെ സ്കൂളിലൊന്നും പോകാൻ പറ്റൂല, സ്കൂളിലൊക്കെ യൂണിഫോം ധരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഇന്ന് ശിവൻകുട്ടി എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി, അത് പറ്റത്തില്ല, അവിടെ യൂണിഫോം ഇട്ട് തന്നെ പോകണം, അങ്ങനെ വിലക്കാനൊന്നും പറ്റില്ല, ഹിജാബ് ഇട്ട് തന്നെ പോകണം, യൂണിഫോം അല്ല ഹിജാബ് ഇട്ട് തന്നെ പോകണം. ഇന്ന് വീണ്ടും പറഞ്ഞു പുള്ളി. ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഉത്തരവിടാൻ ശിവൻകുട്ടി ഹൈക്കോടതിക്ക് മുകളിലാണ് അല്ലേ? എനിക്കറിയാൻ വേണ്ടിയില്ല. ശിവൻകുട്ടി ഹൈക്കോടതി പറഞ്ഞു ഹിജാബും വേണ്ട, ഒന്നും വേണ്ട, യൂണിഫോം ഇട്ട് പോയാൽ മതി, അവിടെ അലമ്പുണ്ടാക്കാൻ വന്ന പോലീസ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞ് അവന്മാരെ തൂക്കാൻ പറഞ്ഞു ഹൈക്കോടതി. അപ്പോഴാണ് ശിവൻകുട്ടി ഉത്തരവ് എവിടെയാണെന്നറിയോ? അത് ശിവൻകുട്ടിക്ക് അറിയാം, ഉത്തരവിട്ട ഹൈക്കോടതി കരുത്തിന് പിടിക്കുന്നില്ല. അതുകൊണ്ട് ശിവൻകുട്ടി ഫേസ്ബുക്കിലാണ് ഉത്തരവിട്ടത്. ഫേസ്ബുക്കിൽ ഉത്തരവിടുന്നതിന് അതിനറിയോ, മറ്റുള്ളവർ കാണുമല്ലോ, സുഡാപ്പികൾക്ക് സന്തോഷമാണോ, ശിവൻകുട്ടി ഞങ്ങളുടെ കൂടെയാണ്. 15,000 വോട്ട് നിയമത്തിൽ SDP മറിഞ്ഞു കൊടുത്തു എന്ന് പറയാം. അപ്പം പിന്നെ SDP-ക്കാരെ ഒന്ന് സൂചിപ്പിക്കണം. അതിനുകൊണ്ട് ഫേസ്ബുക്കിൽ ഉത്തരവിട്ടാൽ ഞാൻ പറഞ്ഞൊന്നുമായി സ്കൂളുകാർ പോടാവോ എന്ന് പറയും. കാരണം മന്ത്രി അന്ന് നോക്കത്തില്ല, ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ ആളുകൾ എടാപോടാന്ന് വിളിക്കും. ബഹുമാനം സ്വയം ആർജിക്കേണ്ടതാണ്. ശിവൻകുട്ടി എടുത്തത് നമ്മുടെ MP കാണിച്ചതുപോലെ സ്വന്തം ബഹുമാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കരുത്. ദയവായി രാഷ്ട്രീയക്കാർക്ക് കുറച്ചെങ്കിലും സാമൂഹ്യബോധം, സദാചാരബോധം, ആത്മാർത്ഥത, സത്യസന്ധത, കൃത്യത, വളരെ പ്രധാനപ്പെട്ടാണ് കൃത്യത. ഒരു നിലപാടെടുക്കുമ്പോൾ കൃത്യത വേണം, അത് വേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടേ, ചില ആളുകൾ ഇത് അവിടെ ഒരു യുഹാനൻ മാർ മിലിത്യോസ് എന്നൊക്കെ പറഞ്ഞ ഒരു കക്ഷിയുണ്ടല്ലോ, ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, മോദി തോൽക്കുന്നു, അല്ല മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റിട്ട ഒരു തീയതി അയാൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ആ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചതോ? കന്യാസ്ത്രീ വിദ്യാർത്ഥിയാ? സ്കൂളിലെ യൂണിഫോം ആർക്കാണ്? അധ്യാപകർക്കാണോ വിദ്യാർത്ഥിക്കാണോ ബാധകമായിട്ടുള്ളത്? വിദ്യാർത്ഥിക്ക്. ഇപ്പോൾ ഇവിടെ സുഡാപ്പികൾ ചോദിക്കുന്ന പോലെ ഈ പുങ്കുവൻ ചോദിക്കുകയാണ്, ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഈ പുങ്കുവൻ ഇന്നലെ ചോദിക്കുകയാണ്, അപ്പോൾ കന്യാസ്ത്രീ ശിരോവസ്ത്രം ഇട്ടോ? സ്കൂളിൽ എൻ്റെ ബിഷപ്പ് പുങ്കുവ, യൂണിഫോം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ്, ടീച്ചർമാർക്കല്ല. ഇതാദ്യം മനസ്സിലാക്കണം. മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ഒന്ന് ഇളക്കി മറിച്ച്
സുഖം. ചൂടാപ്പി എന്ന് സൂചിപ്പിച്ചാൽ ഇങ്ങർക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ കിട്ടുക. സെബാസ്റ്റ്യൻ പോളിൻ്റെ മകൻ പറഞ്ഞ പോലെ അച്ഛൻ ഒരുപാട് സമ്മാനം കിട്ടുന്നുള്ളത്, ഈന്തപ്പഴം ഉൾപ്പെടെ വിദേശ യാത്രകളും കിട്ടും എന്ന് പറഞ്ഞ പോലെ ആനുകൂല്യങ്ങൾ കിട്ടും. അങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ കാര്യം, യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം ഏതിലാണ് ഉള്ളത്? വസ്ത്രത്തിലാണ് അല്ലേ? അതെ. അപ്പോൾ ചിലർ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ ചന്ദനക്കൂടി തൊട്ടാൽ മായ്ക്കുമോ? നിങ്ങൾ കയ്യിൽ കെട്ടിക്കുന്ന ചരട് അഴിക്കുമോ? ചരട് യൂണിഫോമിൻ്റെ ഭാഗമല്ല. യൂണിഫോം എന്ന് പറയുന്നത് ഡ്രസ് കോഡാണ് അല്ലേ? അതെ. കടുത്ത കൊന്തയിട്ട് അഴിപ്പിക്കത്തില്ല ആരും. കയ്യിൽ ചരട് കെട്ടിയ യൂണിഫോം ഡ്രസ് കോഡല്ല. ചന്ദനക്കുറി ഡ്രസ് കോഡല്ല. ഇനി ചന്ദനക്കുറി മായ്ക്കണം, കയ്യിൽ കെട്ടിരിക്കുന്ന ചരടും അഴിക്കണം, ശബരിമലയ്ക്ക് പോകുന്ന മാലയും അഴിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തഴമ്പുള്ള കുട്ടികളും കാണും നിസ്കരിക്കുന്നതുകൊണ്ട്. അത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റണമെന്ന് പറയുമോ? ഇല്ല. അപ്പം നാളെ ഒരു ഹിന്ദു സ്കൂളിൽ പറയുക, നിസ്കാരത്തഴമ്പ് ഈ ഇരിക്കുന്ന അൻവറിനുണ്ട്, അതുകൊണ്ട് അത് മായ്ക്കാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? യൂണിഫോമിൻ്റെ ഭാഗമല്ല ഇതൊന്നും. അപ്പോൾ വലിയ തോതിൽ ഇത് സത്യത്തിൽ CBCI പറഞ്ഞെന്ന് ഞാൻ കേൾക്കുന്നത്, എനിക്കറിയാം, ഞാൻ കണ്ടില്ല, ഒരാൾ പറഞ്ഞതാണ്. കേരളത്തിൽ ഒരു ടെസ്റ്റ് ഡോസാണ് ഇത്. നമ്മളൊന്നും ഇളക്കി നോക്കിയാൽ ഏക്കുമോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പം ഞങ്ങൾ ഒരു 30% കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി ഞങ്ങൾ നയിക്കുന്ന തരത്തിൽ നടക്കണം. ഞങ്ങൾക്ക് മതം എല്ലായിടത്തും കൊണ്ടുവരണം. ഭക്ഷണത്തിൽ മതം വേണം, വസ്ത്രധാരണത്തിൽ വേണം, വിദ്യാഭ്യാസത്തിൽ മതം വേണം. കാരണം സ്കൂളിലും കോളേജിലും നിസ്കാരത്തിന് മുറി വേണം. നിർമ്മല കോളേജ് കണ്ടതല്ലേ, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ? അതെ. ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പരസ്യമായി പറയുന്നുണ്ടല്ലോ, ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് അടുത്ത അധ്യയന വർഷം ആലോചിക്കാമെന്ന്. അടുത്ത പ്രാവശ്യം LDF വരുമ്പോൾ വീണ്ടും വന്ന് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് പക്ഷേ UDF വന്ന് ഉറപ്പായി നടക്കും. എന്താണെന്നറിയോ? സകലരും, കാന്തപുരം ടീം ഉൾപ്പെടെ സകലരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ, 2 പരീക്ഷ മതി വർഷത്തിൽ. വലിയ പരീക്ഷയും പിന്നെ ഒരു കൊച്ചു പരീക്ഷയും. അപ്പം വെക്കേഷൻ എന്ന് പറയുന്നത് മധ്യവേനൽ അവധിയും വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അജണ്ട എന്താണെന്നറിയോ? വളരെ കൃത്യമായി ആദ്യം പറഞ്ഞ ഏറ്റില്ല, അത് പ്രശ്നമായത് മാറ്റിമറിക്കാനാ പുതിയ അജണ്ട. ക്രിസ്മസ് പരീക്ഷയോ ഓണപ്പരീക്ഷയും വേണ്ട. കാരണം അത് ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിൻ്റെയാണ്. ഞങ്ങളുടെ പെരുന്നാളിന് ഒരവധി, നിങ്ങളുടെ പക്ക പെരുന്നാളിന് 10 ദിവസത്തെ അവധിയോ? അത് പറ്റും. എത്ര കാലമായി അത് അനീതിയാണ്. ഓണത്തിന് 10 അവധി, ക്രിസ്തുമസിന് 10 അവധി, ഞങ്ങളുടെ പെരുന്നാളിന് ഒറ്റ ദിവസം. ഇനി പിറ കണ്ടില്ല എന്ന് പറഞ്ഞാൽ 1 ദിവസം കിട്ടും. അത് പറ്റൂല. അതുകൊണ്ട് അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 പരീക്ഷ മതി. അപ്പോൾ വെക്കേഷൻ റീഡിസൈൻ ചെയ്യും. അപ്പോൾ ഓണപ്പരീക്ഷയും ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഇല്ലാണ്ടാവും. തിരുവോണത്തിനും ക്രിസ്മസിനും ഒറ്റ അവധി മതി. ഞങ്ങളുടെ പെരുന്നാളിലില്ലെങ്കിൽ നിങ്ങളുടെ പെരുന്നാളിനും വേണ്ടതേ എന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ നടത്തുന്നതിൻ്റെ ശ്രമമാണ് തുടക്കം. അതിൽ ശിവൻകുട്ടി കാണിച്ച നാടകം സ്കൂൾ അധികൃതർ പറഞ്ഞിരിക്കുന്നു തീർന്ന വിഷയം. ആര് സമവായം? ഒരു സമവായം ഉണ്ടായിട്ടില്ല. ഹൈക്കോടതി ഉത്തരവ് കൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഹൈക്കോടതി തീർത്തെടുത്ത് പോയിട്ട് ഹൈബി ഇടൻ സമവായം ഉണ്ടാക്കിയെന്നല്ലേ? അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് തീർന്ന വിഷയമാണ്, മന്ത്രി വീണ്ടും വഷളാക്കാൻ തോന്നിയത്. ഒരു സമ്മർദ്ദത്തിനും മടങ്ങില്ല, ഞങ്ങളുടെ സ്കൂളിൻ്റെ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതായാലും അത് സ്കൂളിന് മുന്നിലുള്ള റോഡിൻ്റെ പേര് മാറ്റാനുള്ള ഒരു അപേക്ഷ കോർപ്പറേഷൻ കിടപ്പുണ്ട്. സെൻറ്റ് അഗസ്റ്റിൻ റോഡെന്ന മറ്റാണ്. അതും ഞങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് എന്ത് സെൻറ്റ് അഗസ്റ്റിൻ, എന്ത് റീത്ത. ഇതാണ് കേരളം ഇന്ന് നേരിടുന്ന ഒരു ഇതൊരു ടെസ്റ്റ് ഡോസാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലൊരു ടെസ്റ്റ് ഡോസ്, അത് പരാജയപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ഡോസ്, അതും പരാജയപ്പെട്ടു. പക്ഷേ അവർ ജയിക്കും കേട്ടോ. അവർ ജയിക്കുന്ന ഒരു ദിവസം ഉടനെ വരും. കാരണം അതിന് ഒത്താശ പാടാൻ ഹൈബി ഈഡനുണ്ട്, ശിവൻകുട്ടിയുണ്ട്, UDF ഉണ്ട്, LDF ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.